9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അമിതമായി ഈടാക്കിയ കുടിവെള്ളക്കരം തിരിച്ചു നൽകണമെന്ന ആവശ്യം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വീണ്ടും ഉയർന്നു. കോർപ്പറേഷനിലെ വിവിധ അജണ്ടകൾ പരിഗണിക്കുന്നതിനായി മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് കുടിവെള്ളക്കരം വീണ്ടും ചർച്ചയായത്. പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയേലാണ് വിഷയം ഉന്നയിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് മേയർ പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. പാവപ്പെട്ടവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് പണം പിഴിഞ്ഞെടുക്കുന്നതെന്നും 100 രൂപ ബില്ല് വന്നിരുന്നവർക്ക് 14,700 രൂപ ബില്ല് വന്നതോടെ കോടതിയെ സമീപിച്ചപ്പോൾ 538 രൂപയായി കുറഞ്ഞെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. അടിയന്തര കൌൺസിൽ യോഗത്തിൽ 77 അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത്. എന്നാൽ കൌൺസിലിൽ വരാൻ പാടില്ലാത്ത പല അജണ്ടകളും ഉൾപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. അമൃത് സീവേജ് പദ്ധതിക്കായി 60 സെന്റ് ആവശ്യമുള്ളിടത്ത് 12 ഏക്കർ വാങ്ങി കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ ഡെഡ് മണിയാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സിറ്റിക്ക് വേണ്ടിയാണ് ഈ പദ്ധതിയെന്നും 5 MLD ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഭരണാനുമതി കിട്ടിയെന്നും ഉടൻ പണി തുടങ്ങുമെന്നും മേയർ അറിയിച്ചു. റോഡുകളിലെ കുഴികളിൽ വീണ് മരണപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്ത മേയർ കാലാവധി അവസാനിക്കും മുൻപ് അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കണമെന്നും കുരിയച്ചിറയിലെ ഉദ്ഘാടനം കഴിഞ്ഞ അനിമൽ ക്രിമിറ്റോറിയത്തിന് വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ലെന്നും രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. വർഗീസ് കണ്ടംകുളത്തി, വിനോദ് പൊള്ളാഞ്ചേരി, മുകേഷ് കുളപ്പറമ്പിൽ, ലാലി ജെയിംസ്, ഐ സതീഷ് കുമാർ, പൂർണിമ സുരേഷ്, കെ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ 2023-2024 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൌൺസിൽ യോഗം ചേർന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. നടക്കില്ലെന്നറിഞ്ഞിട്ടും 4 ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായും KSEB തള്ളിക്കളഞ്ഞ പദ്ധതി 40 ലക്ഷത്തിന് കോർപ്പറേഷൻ വീണ്ടും വാങ്ങി പണം നഷ്ടപ്പെടുത്തിയെന്നടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് രാജൻ പല്ലൻ ചൂണ്ടിക്കാട്ടി. റോഡുകളുടെ ശോചനീയാവസ്ഥയെ, ലാലൂരിലെ ബയോ മൈനിങ്ങിലെ കോടികളുടെ അഴിമതി, നഗരത്തിൽ 5 കോടി രൂപ ചെലവഴിച്ച് CCTV സ്ഥാപിക്കുന്ന അഴിമതി തുടങ്ങി കോർപ്പറേഷന്റെ അഴിമതികൾ തുറന്നുകാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. കോർപ്പറേഷനെതിരായുള്ള കുറ്റപത്രമാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്നും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ട സൗകര്യമൊരുക്കാതെ അവരോട് കാണിച്ച ക്രൂരത റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ 195 ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളതെന്നും കോൺഗ്രസ് കൌൺസിലർ ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. അപാകതകൾ തിരുത്താനാണ് ഓഡിറ്റ് പരാമർശമെന്നും അഴിമതി ആരോപിച്ചിട്ടില്ലെന്നും ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് കോർപ്പറേഷൻ അറവുശാല പ്രവർത്തിക്കുന്നതെന്നും ഇതേ കോർപ്പറേഷനാണ് ഹോട്ടലുകളിൽ പഴയ ഭക്ഷണം പിടിക്കാൻ നടക്കുന്നതെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ ആരോപിച്ചു. പൂർണിമ സുരേഷ്, ഐ സതീഷ് കുമാർ, വിനോദ് പോളഞ്ചേരി, കെ രാമനാഥൻ, ലാലി ജെയിംസ്, സജിത ഷിബു, മുകേഷ് കൂളപ്പറമ്പിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാള സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വ്യാജരേഖയുണ്ടാക്കി തട്ടിപ്പ് നടത്തിയ കേസിൽ മുൻ ക്ലർക്ക് അറസ്റ്റിലായി. വടമ സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോയാണ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. ബാങ്ക് സെക്രട്ടറി നിക്സൺ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരുന്നത്.
ബാങ്ക് പ്രസിഡന്റായിരുന്ന AR രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് ഡോജോ എന്നിവർ ചേർന്ന് 2011 ഡിസംബർ 3 മുതൽ 2019 നവംബർ 5 വരെ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 2,97,82,585 രൂപ വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി M. ഉല്ലാസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുതിരാൻ ഇരുമ്പ് പാലത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. 3 മണിക്കൂറിലേറെ ജനവാസ മേഖലയിൽ ചുറ്റി നടന്ന കാട്ടാനയെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തുരത്തി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. കാട്ടാനയെ കുങ്കിയാനകളെ എത്തിച്ച് പിടികൂടുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. കാട്ടാനയെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയിരുന്നു. നിരീക്ഷണ ക്യാമറയിൽ ആനയുടെ ദൃശ്യങ്ങൾ കണ്ടതിനാൽ ആളുകൾക്ക് മുൻകൂട്ടി വിവരം നൽകാനും സാധിച്ചു. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. അതിനിടെ പാലക്കാട് നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് കാട്ടാനയെ കാട് കയറ്റാനുള്ള നീക്കവും വനംവകുപ്പ് ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കുങ്കിയാനകളെ എത്തിക്കാൻ പാലക്കാട് DFOക്ക് കത്ത് നൽകും. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ തുടരുന്ന കാട്ടാന കൂടുതൽ അക്രമകാരിയാകുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷിതത്വം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ആവശ്യത്തിന് പോലീസിനെയോ സുരക്ഷാ ജീവനക്കാരെയോ നിയമിച്ച് സുരക്ഷിത യാത്രയൊരുക്കണമെന്നും വർക്കലയിൽ അക്രമത്തിനിരയായ പെൺകുട്ടിക്ക് റെയിൽവേ സൗജന്യ ചികിത്സ നൽകണമെന്നും റോസൽ രാജ ആവശ്യപ്പെട്ടു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി നിക്സൺ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകൻ, ജില്ലാ ട്രഷറർ KS സെന്തിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിന് മുകളിൽ ബോട്ട് അപകടകരമായ രീതിയിൽ കെട്ടിവെച്ച് കൊണ്ടുപോയത് മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. പിക്കപ്പ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് ഫൈബർ ബോട്ട് കൊണ്ടുപോയ പിക്കപ്പ് വാഹനമാണ് പിടികൂടിയത്. MVIP V. ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വാഹനം പിടികൂടിയത്. വാഹനത്തിന് ഫിറ്റ്നസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തി. ബേപ്പൂർ സ്വദേശി മുഹമ്മദ് നിസാമിന്റേതാണ് ബോട്ട്. ആകെ 27,500 രൂപ പിഴ ഈടാക്കി. വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. സ്കൂട്ടറിൽ നിന്ന് വീണ് മണലിത്തറ സ്വദേശിനിക്ക് പരിക്കേറ്റു. പുന്നംപറമ്പ് കള്ളുഷാപ്പിന് സമീപമായിരുന്നു സംഭവം. സ്കൂട്ടറിൽ ജോലിക്ക് പോവുകയായിരുന്ന മണലിത്തറ സ്വദേശി രജനിക്ക് നേരെ നായ ഓടിവരികയായിരുന്നു. നായയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടറിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. രജനിയെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മീറ്റ് ദ കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംവദിച്ച മച്ചാട് സ്കൂളിലെ കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം 10 സൈക്കിൾ വിതരണം ചെയ്താണ് കളക്ടർ പാലിച്ചത്. കുട്ടികളുമായി സ്കൂൾ അങ്കണത്തിൽ നിന്ന് പുന്നംപറമ്പ് ചുറ്റി തിരികെ സ്കൂളിലേക്ക് സൈക്കിൾ സവാരിയും ചെയ്ത് കളക്ടർ ചടങ്ങ് വർണ്ണാഭമാക്കി. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളായ വിദ്യാർത്ഥികളെ അദ്ദേഹം അനുമോദിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, വാർഡ് മെമ്പർ രാമചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN നജീബ്, വിദ്യാഭ്യാസ ഓഫീസർ T. രാധ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, പ്രധാന അധ്യാപിക KK ഷീന, പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ ജോസഫ്, AS മിഥുൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. 1.5% മാത്രം വോട്ടുണ്ടായിരുന്ന ത്രിപുരയുടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാമെങ്കിൽ 20% വോട്ടുള്ള ഒന്നാം നമ്പർ പാർട്ടിയായ BJPക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ ഡബിൾ എഞ്ചിനുള്ള BJP സർക്കാർ വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. BJP അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റി കോൾക്കുന്നിൽ ഒരുക്കിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കേരളത്തിൽ അതിദരിദ്രർ ഇല്ലെന്ന് പ്രഖ്യാപിച്ചത് എന്ത് മാനദണ്ഡ പ്രകാരമാണെന്ന് സർക്കാർ വ്യക്തമാക്കണം.
മാള പഞ്ചായത്തിലും സംസ്ഥാനത്തും മാറി മാറി ഭരിച്ചവർ കുടിവെള്ളം നൽകാത്ത സ്ഥലത്താണ് BJP കുടിവെള്ളം എത്തിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ അധ്യക്ഷനായി. കുടിവെള്ള പദ്ധതി ഒരുക്കിയ ജില്ലാ സെക്രട്ടറി വിപിൻ പാറേക്കാട്ടിൽ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലോചനൻ അമ്പാട്ട്, KK അജയ്കുമാർ, CK സജീവൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജോയ് മാതിരപ്പിള്ളി, അജിത് മേൽവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. കോലഴിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഡിവൈഡർ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. വാഹനാപകടങ്ങൾ തടയാൻ പൊതുമരാമത്ത് വകുപ്പ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് കോലഴി പൂവണി മുതൽ ഡോക്ടർപടി വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകളാണ് മതിയായ രീതിയിൽ റിഫ്ലക്ടർ സ്ഥാപിക്കാത്തതുമൂലം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. ബ്ലാക്ക് സ്പോട്ടായ ഡോക്ടർപടിയിൽ ഒരു ഡിവൈഡർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. കോലഴി സെന്ററിലും പൂവണിയിലും സ്ഥാപിച്ച ഡിവൈഡറുകൾ പലതും വാഹനങ്ങൾ ഇടിച്ചു തകർന്ന അവസ്ഥയാണ്. റോഡിനോട് ചേർന്ന കിണറിന്റെ തകർന്ന ആൾമറ ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോലഴി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ യുവാവിന് 82 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് സ്വദേശി പാലിയത്ത് വീട്ടിൽ അക്ബറിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. 2024 കേസിനാസ്പദമായ സംഭവം. പീഡനത്തിനിരയായ വിവരം പെൺകുട്ടി ഉമ്മയോട് പറയുകയും സംശയം തോന്നിയ കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ സഹോദരിയെ ചോദ്യം ചെയ്തതോടെ ഈ കുട്ടിയെയും പ്രതി ബലാത്സംഗം ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, അഭിഭാഷകരായ KN അശ്വതി, TV ചിത്ര എന്നിവർ കോടതിയിൽ ഹാജരായി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. യുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ശബരിമല സീസൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വത്തിലെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ക്ഷേത്ര നഗരിയിൽ കുഴഞ്ഞു വീണ മരണങ്ങൾ പതിവായ സാഹചര്യത്തിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം ആരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന ശബരിമല സീസണിൽ ഗുരുവായൂരിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടുത്തി യോഗം ചേരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. 60 കോടി രൂപ ചെലവിൽ ആധുനിക ചികിത്സാ സൌകര്യങ്ങളോടെ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പറഞ്ഞു. നഗരസഭാ ഓഫീസിനോട് ചേർന്ന് സീസണിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആയുർവേദ, അലോപ്പതി, ഹോമിയോ ചികിത്സാ കേന്ദ്രം തുറക്കും. ക്ഷേത്ര നഗരിയിലെ കടകളിൽ തുണിയിൽ പൊതിഞ്ഞ അവിൽ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഗരസഭ അറിയിപ്പ് നൽകും. തുണിയിൽ പൊതിഞ്ഞ 100 കണക്കിന് അവിലാണ് ദിവസവും ക്ഷേത്രത്തിൽ ലഭിക്കുന്നത്. ഉൽപാദന തീയതിയോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പിക്കാനാകില്ല. ഇത് വലിയ മാലിന്യ പ്രശ്നമായി മാറിയതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. തീർത്ഥാടകരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ദേവസ്വം 8 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും. വ്യാപാര സ്ഥാപനങ്ങളും പാർക്കിംഗ് കേന്ദ്രങ്ങളും അമിതവില ഈടാക്കുന്നത് കണ്ടെത്താൻ പരിശോധന നടത്തും. വില നിലവാര പട്ടിക കർശനമാക്കും. വഴിയോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. മേൽപ്പാലത്തിന് താഴെ നാടോടികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS മനോജ് അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മുൻ MLAയും CPM നേതാവുമായ ബാബു M പാലിശ്ശേരിയുടെ വേർപാടിൽ കുന്നംകുളത്ത് സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിവുറ്റ സംഘാടകൻ എന്ന നിലയിലും ഊർജ്ജസ്വലനായ സംഘടനാ നേതാവ് എന്ന നിലയിലും
ഏത് സമരമുഖത്തും എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചടുലമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായി മാറാൻ ബാബു എം പാലിശ്ശേരിക്ക് സാധിച്ചുവെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ MLA, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത്, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി, PRN നമ്പീശൻ, കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, NCP സംസ്ഥാന സമിതി അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലാകെ അറിയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി സഖാവ് ബാബു പാലിശ്ശേരി മാറുകയും ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ കണ്ടതിനു ശേഷം 4 വയസ്സുകാരൻ ആദ്യവീറിന് ഒരേയൊരു വാശി, സൂപ്പർ ഹീറോ ചന്ദ്രയെ കാണണം. ഒടുവിൽ വീഡിയോ കോളിലൂടെ കുഞ്ഞ് ആരാധകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് നടി കല്യാണി പ്രിയദർശൻ. ഞാൻ ആരാന്ന് മനസ്സിലായോ? ചന്ദ്ര ചേച്ചി. എന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? സോ ക്യൂട്ട്. കോട്ടപ്പടി സ്വദേശി സുബീഷ് ഗുരുവായൂരിന്റെ മകനാണ് വീരു എന്ന് വിളിക്കുന്ന ആദ്യവീർ. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. റിലീസിന് തന്നെ സിനിമ കുടുംബസമേതം കണ്ടിരുന്നു. വീരുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതും കണ്ടു. പിന്നെയാണ് ചന്ദ്ര ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ആവശ്യപ്പെടുന്നത്. മകന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു കൊടുത്തു. പിന്നെ ചന്ദ്രയെ നേരിട്ട് കാണണമെന്നായി വാശി. വീട്ടുകാർ സമാധാനിപ്പിച്ചെങ്കിലും അവൻ അടങ്ങിയില്ല. അങ്ങനെയാണ് ക്യാമറാമാനായ അച്ഛൻ മകന്റെ കരച്ചിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. ചന്ദ്ര ചേച്ചി പറഞ്ഞല്ലേ? ആ നിഷ്കളങ്കത ഉടൻ തന്നെ വൈറലായി. ചുമർ ചിത്ര കലാകാരൻ ദിലീപ് സ്വസ്തിക് ഈ വീഡിയോ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ ബന്ധുവിന് കൈമാറി. ഇവർ വഴിയാണ് കല്യാണി വീഡിയോ കാണുന്നത്. ഉടൻ തന്നെ വീഡിയോ കോളിൽ ആദ്യവീറുമായി സംസാരിച്ചു. ചന്ദ്ര ചേച്ചി അത്രയ്ക്ക് ഇഷ്ടം. ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. അച്ഛനോടും താങ്ക്സ് പറയണേ. ഇപ്പൊ ഹാപ്പിയാണോ? ഇപ്പൊ ഓക്കെ അല്ലേ? എപ്പോഴാ കാണാം? ഞാൻ ഗുരുവായൂർ വരാണെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. അച്ഛനോട് ഞാൻ പറയാം. ഇപ്പൊ മീറ്റ് ചെയ്യാം. ഇനി വാശി പിടിച്ച് കരയില്ലെന്ന് വീർ സൂപ്പർ ഹീറോയ്ക്ക് ഉറപ്പു നൽകി. ലോകയുടെ 2ാം ഭാഗം എന്നാണ് റിലീസാകുന്നതെന്ന് ചോദിക്കാനും മറന്നില്ല. ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കണമെന്ന കുട്ടി ആരാധകന്റെ ആവശ്യം അംഗീകരിച്ച കല്യാണി ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്നും ഉറപ്പു നൽകി. മകന്റെ ആഗ്രഹം സാധിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സുബീഷ് പറഞ്ഞു. ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടോയ്സ് ഒക്കെ മേടിപ്പിച്ചു. പിന്നെ ഒരു തവണ കൂടി ഈ സിനിമ കാണാൻ പോകേണ്ടി വന്നു. അത്രയും ഒരു വാശിയായി മൂപ്പർക്ക്. അതുകൊണ്ടാണ് രണ്ടാമത് കരയുമ്പോ അപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടു. അങ്ങനെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അത് കണ്ടു. അങ്ങനെയാണ് ഇവനെ ഡയറക്റ്റ് കല്യാണി വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് TCV ന്യൂസ് ഗുരുവായൂർ. പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലായ ഗൃഹനാഥൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം രാജകുമാരന്റെ ചികിത്സയാണ് വഴിമുട്ടിയത്. അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതിന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാനാകുന്നതല്ല. മരുന്നിന് മാത്രം പ്രതിമാസം 6000 രൂപയോളം വേണം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് മരുന്നുകൾ വാങ്ങുന്നത്. തിരുവനന്തപുരം ശ്രീ ചിത്തിര ആശുപത്രിയിൽ 6 മാസത്തോളം ചികിത്സയിലായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. വീട്ടിൽ മറ്റു വരുമാന സാഹചര്യവുമില്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്നവർക്ക് തിരുവില്ലാമല SBIയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് തുകയയക്കാം. TCV ന്യൂസ് തിരുവില്ലാമല. തളിക്കുളത്ത് തൃശൂർ ബാറിൽ അഭിഭാഷകൻ മുഹമ്മദ് സാബിത്തിനെ ആക്രമിച്ചതിൽ പ്രതിഷേധം. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അയ്യന്തോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർ ജില്ലാ കോടതിക്ക് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് CT ഷാജി അധ്യക്ഷത വഹിച്ചു.
ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കളായ ജോസ് മേച്ചേരി, സുശീൽ, ആർ മനീഷ്, CR ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ക്രമപ്രകാരം കുറിവെച്ചില്ലെന്നാരോപിച്ച് 30,000 രൂപയുടെ ബോണസ് ആനുകൂല്യം നിഷേധിച്ചതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ കുറിക്കമ്പനിക്കെതിരെ പരാതിക്കാരന് അനുകൂല വിധി. അയ്യന്തോൾ സ്വദേശി പാറേപ്പറമ്പിൽ വീട്ടിൽ ബാബു ഫയൽ ചെയ്ത ഹർജിയിലാണ് ഒളരി ലിറ്റിൽ ഫ്ലവർ കുറീസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. കൊരട്ടിയിൽ ട്രെയിൻ ഇടിച്ച് വയോധിക മരിച്ചു. കൊരട്ടി മംഗലശ്ശേരി എളൂക്കാരൻ ചന്ദ്രന്റെ ഭാര്യ 74 വയസ്സുള്ള സാവിത്രിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കൊരട്ടി സ്വദേശി വാഴയിൽ ഷാജഹാന്റെ ഭാര്യ ഷീജയ്ക്ക് പരിക്കേറ്റു. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും റെയിൽവേ പാളം മുറിച്ച് കടക്കുമ്പോൾ പരശുറാം എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാട് കടത്തി. കാക്കശ്ശേരി സ്വദേശി രായമരക്കാർ വീട്ടിൽ മുഹമ്മദ് അബു താഹിറിനെയാണ് പാവർട്ടി പോലീസ് 6 മാസത്തേക്ക് നാട് കടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. വിയൂർ ജയിൽ പരിസരത്തു നിന്ന് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവം. തമിഴ്നാട് പോലീസുകാർക്കെതിരെ കേസെടുക്കും. ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് പങ്കെന്ന് സംശയം. EP ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ജയരാജന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥയെന്നാണ് പേരിടേണ്ടതെന്ന് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായി. ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാർക്കുള്ള എന്യൂമറേഷൻ ഫോറം വിതരണം ആരംഭിച്ചു. ആദ്യ എന്യൂമറേഷൻ ഫോറം മണിയൻകിണർ ഊരുമൂപ്പിന് ജില്ലാ കളക്ടർ കൈമാറി. അമിതമായി ഈടാക്കിയ കുടിവെള്ളക്കരം തിരിച്ചു നൽകണമെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യം. പ്രതിപക്ഷ ആവശ്യം തള്ളി മേയർ. മാള സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വ്യാജരേഖയുണ്ടാക്കി കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിൽ മുൻ ക്ലർക്ക് അറസ്റ്റിലായി. വടമ സ്വദേശി ഡോജോയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. പാലക്കാട് നിന്ന് കുങ്കിയാനകൾ എത്തിച്ച് ആനയെ തുരത്താൻ നീക്കം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.